അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി തേങ്ങച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. പൊന്നി അരിയാണ്. നല്ലതുപോലെ അരി കഴുകി ഊറ്റിയെടുത്ത് 3/4 കിലോ അരി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു തേങ്ങ ഇട്ട് കൊടുത്തു, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു, ഒരു 10-25 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു, ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം, 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, കളറിന് വേണ്ടി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 4 ടേബിൾ സ്പൂൺ RKG. നമ്മൾ ഏത് കപ്പിലാണ് അരി എടുക്കുന്നത് അതിൻ്റെ 2.5 കപ്പ് വെള്ളം. കുറച്ച് വേവുള്ള അരിയാണെങ്കിൽ 3 കപ്പ് വെള്ളം വേണം. റേഷൻ കടയിലെ അരിയാണെങ്കിൽ 2.5 കപ്പ് വെള്ളം മതി. ഇനി നല്ലതുപോലെ ഒന്ന് കത്തിച്ചെടുക്കാം. അടച്ചു വെച്ച് കൊടുത്തിട്ട് വെള്ളം വറ്റിയാൽ തീ വളരെ ചെറുതാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ആകെ ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ഈ ചോറ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചമ്മന്തിയോ അച്ചാറോ പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. ചിക്കൻ കറി, ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടെങ്കിലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇന്ന് മീനൊന്നുമില്ല, ഇറച്ചിയുമില്ല. അതുകൊണ്ട് കുറച്ച് കൂന്തലുണ്ട്. അത് നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് കൂന്തൽ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പ്, മുളക്, മഞ്ഞളൊക്കെ ചേർത്ത് വെച്ചു. ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് തേങ്ങച്ചോറ് പിന്നെ തേങ്ങ പാലെടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ചിരവി ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ പാലെടുത്തിട്ടും ഉണ്ടാക്കാം. അങ്ങനെ ഒരു ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് 2 തക്കാളിയൊക്കെ ഇട്ട് നമ്മുടെ മസാല അവിടെ ആകുന്നുണ്ട്. പിന്നെ ചോറിൽ കറിവേപ്പില, മല്ലിയില ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെന്താണ്, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? എന്താണ് വിശേഷം? എനിക്കും അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അങ്ങനെ നമ്മുടെ കൂന്തൽ മസാല ഇവിടെ റെഡിയായി. അതിലും കറിവേപ്പില, മല്ലിയില ഒക്കെ ഇട്ട് കൊടുത്തു. ഇക്ക വന്നു. അങ്ങനെ ചോറൊക്കെ കഴിക്കാൻ പോവാണ്. നല്ല ഒട്ടിപ്പിടിക്കാത്ത ചോറായിട്ടുണ്ട്. കറക്റ്റ് വെള്ളമാണ്. അതുകൊണ്ട് നല്ല ചോറ്. വെള്ളം കൂടിപ്പോയാൽ ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. റേഷൻ അരിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. കഴിക്കാനും ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.